കത്തോലിക്ക സഭയെ തകർക്കുവാൻ വേണ്ടി രൂപം കൊടുത്ത ഫ്രീമേസൺ എന്ന പൈശാചിക ആശയങ്ങൾ പിന്തുടരുന്ന സംഘടനയിൽ സ്ഥാനമൊഴിയുന്നതിൻ്റെ തലേനാൾ അംഗത്വമെടുത്ത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ജനുവരി 19, 2025 ഞായറാഴ്ച ഒരു സ്വകാര്യ പരിപാടിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ മികച്ച സേവനത്തിനുള്ള അംഗീകാരമായി പ്രസിഡന്റ് ജോസഫ് ആർ ബൈഡൻ ജൂനിയറിന് പൂർണ്ണ ബഹുമതികളോടെ മാസ്റ്റർ മേസൺ അംഗത്വം നൽകിയതായി ഫ്രീമേസൺ സംഘടന അറിയിച്ചു. ജോ ബൈഡനെ സംഘടന സ്വാഗതം ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഫ്രീമേസൺ സംഘടന സഭാവിരുദ്ധമാണെന്നും പല പ്രാവശ്യം കത്തോലിക്ക സഭ ആവർത്തിച്ച് ഉദ്ബോധിപ്പിച്ചിട്ടുള്ളതും ഫ്രീമേസൺ സംഘടനയുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങളെ ശക്തമായി വിലക്കിയിട്ടുള്ളതുമാണ്. 2023 നവംബർ 15 കത്തോലിക്കർ ഫ്രീമേസണറിയിൽ ചേരാൻ പാടില്ലെന്നും കത്തോലിക്ക വിശ്വാസ സിദ്ധാന്തങ്ങളുമായുള്ള പൊരുത്തക്കേട് മൂലം ഫ്രീമേസൺ പ്രസ്ഥാനത്തിൽ ചേരുന്നത് വിലക്കപ്പെട്ടതാണെന്നും വത്തിക്കാൻ വിശ്വാസ തിരുസംഘം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും ഉറപ്പിച്ചു പറയുകയുണ്ടായി. യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഫ്രീമേസൺ സംഘടന രൂപീകരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ആശയം യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള കത്തോലിക്ക വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ്. റിലേറ്റിവിസം എന്ന തത്വത്തിലൂടെ ഫ്രീമേസണറി എല്ലാ മതങ്ങളെയും സ്വാഗതം ചെയ്യുമ്പോൾ കത്തോലിക്ക വിശ്വാസം ഏക സത്യദൈവത്തോടുള്ള പൂർണ്ണമായ സമർപ്പണം ആവശ്യപ്പെടുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആദർശങ്ങളിൽ നിന്നാണ് ഫ്രീമേസണറിയിലെ സാഹോദര്യ ആദർശം ഉടലെടുത്തിട്ടുള്ളത്. ഒരേ മനുഷ്യവംശത്തിൽപ്പെട്ടവരായതിനാൽ മാത്രം സഹോദരങ്ങൾ എന്ന പൊതു ആശയമാണിത്. അതേസമയം കത്തോലിക്കർക്ക് സഹോദരങ്ങളായിരിക്കുക എന്നത് പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നൽകിയതിലൂടെ നമ്മെ പുത്രന്മാരാക്കി എന്നതും ആ സാഹോദര്യത്തിൻ്റെ ഉറവിടം ആദ്യം തിരിച്ചറിയുകയുമാണ്. പ്രകൃതി നിയമത്തിൻ്റെയും 10 കൽപ്പനകളുടെയും അടിസ്ഥാനത്തിലുള്ള ധാർമ്മികതയിലല്ല ഫ്രീമേസൺ സംഘടന പിന്തുടരുന്നത്, മറിച്ച് റിലേറ്റിവിസം എന്ന സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള കത്തോലിക്ക വിരുദ്ധ ആശയങ്ങളാണ്. വാസ്തവത്തിൽ ഗർഭചിത്രം, ദയാവധം, സ്വർഗവിവാഹം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളാണ് ഈ സംഘടനയ്ക്കുള്ളത്. 1374 കാനൻ നിയമ സംഹിത പ്രകാരം സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ സ്ഥാനം ഏറ്റെടുക്കുന്നയാൾ സഭയിൽ നിന്ന് വിലക്കപ്പെടണമെന്നാണ് പരാമർശിക്കുന്നത്. വിശ്വാസ തിരുസംഘത്തിന്റെ പ്രീഫെക്റ്റായിരിക്കെ ബെനഡിക്ട് 16 പാപ്പ ഡിക്ലറേഷൻ ഓൺ ഫ്രീമേസണറി എന്നൊരു പ്രബോധന രേഖ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഫ്രീമേസൺ സംബന്ധിച്ച സഭയുടെ നിഷേധാത്മകമായ പ്രഖ്യാപനം മാറ്റമില്ലാതെ തുടരുന്നു എന്നും അവരുടെ തത്വങ്ങൾ എല്ലായ്പ്പോഴും സഭയുടെ സിദ്ധാന്തവുമായി പൊരുത്തപ്പെടാത്തതായി കണക്കാക്കപ്പെടുന്നു എന്നും അതിനാൽ അവയിലുള്ള അംഗത്വം നിഷിദ്ധമായി തുടരുന്നു എന്നുമായിരുന്നു പരിശുദ്ധ പിതാവ് നൽകിയ പ്രബോധനം. ഇതിൽ ചേരുന്ന വിശ്വാസികൾ ഗുരുതരമായ പാപത്തിന്റെ അവസ്ഥയിലാണ് എന്നും അവർക്ക് പരിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള കൂദാശകളിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്താവുന്നതാണ് എന്നും പ്രബോധനത്തിൽ വ്യക്തമാക്കുന്നു. കത്തോലിക്ക വിശ്വാസത്തിന്റെ കാനോനിക നിയമപ്രകാരം, സഭാ പഠനങ്ങൾ പ്രകാരവും സുവിശേഷ സത്യങ്ങൾ ആവശ്യപ്പെടുന്ന വിശ്വാസ നിലപാടുകൾ പ്രകാരവും കത്തോലിക്ക വിശ്വാസത്തിന്റെ നഗ്നമായ ലംഘനത്തിനാണ് ഫ്രീമേസൺ സംഘടനയിലുള്ള അംഗത്വത്തിലൂടെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കൂട്ടുനിൽക്കുന്നത്. അബോർഷൻ, ജെൻഡർ ക്രൈസിസ് തുടങ്ങിയ വിഷയങ്ങളിൽ പ്രകടമായ കത്തോലിക്ക വിരുദ്ധത പുലർത്തിയ ബൈഡൻ പേരുമാത്ര കത്തോലിക്ക വിശ്വാസിയാണ് താനെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ക്രിസ്തീയ മൂല്യങ്ങൾ കളങ്കപ്പെടുത്തുന്നതിനും ലോകത്തിന്റെ തന്നെ മൂല്യസങ്കല്പത്തെ തിരുത്തി കുറിക്കുന്നതിനും പാപത്തെ പാപമല്ലെന്നും വിശ്വാസത്തെ യുക്തിയെന്നും മാറ്റി എഴുതുന്നതിനും കിണഞ്ഞ് പരിശ്രമിക്കുന്നതുമായ ഒരു സംഘടനയിൽ പ്രസിഡൻഷ്യൽ സ്ഥാനം ഒഴിയുന്നതിന് മുമ്പേ അംഗത്വം സ്വീകരിച്ച ബൈഡന്റെ നീക്കം തീർത്തും ദുരൂഹമാണ്. ഒരു വട്ടം കൂടി അമേരിക്ക ബൈഡൻ ഭരണകൂടത്തിന്റെ കീഴിലേക്ക് വന്നിരുന്നുവെങ്കിലുള്ള ഭവിഷ്യത്തുകളിലേക്ക് ഇത് വെളിച്ചം വീശുന്നതുമാണ്. പ്രസിഡന്റ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വിശ്വാസത്തിന്റെ വിജയവും സ്വർഗത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ചരിത്ര സംഭവവുമായിരുന്നു എന്ന് ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്.